ഇടുക്കി മറയൂരിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചുരക്കുളം ഉന്നതിയിൽ മുരുകനാണ് മരിച്ചത്. മുരുകന്റെ മരണം കാട്ടാന ആക്രമണത്തിലെന്ന് ആരോപിച്ച് ആശുപത്രിക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. ഫോറസ്റ്റ് പറയുന്നത് ഇത് ആനയല്ല ചവിട്ടിയത് എന്നാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ശരിക്കും ആന കാരണമാണ് ഇദ്ദേഹം മരിച്ചത്. അതിൽ യാതൊരു സംശയമില്ല. ജനങ്ങളുടെ ആശങ്കയിലാണ്. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്, ഇവിടെ ആനയ്ക്കൊരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യണം. കൂടുതൽ വാച്ചറുകളെ നിയമിച്ച് ഇതിനോട് തീരുമാനം ഉണ്ടാക്കി തരണം. പിന്നെ ഇദ്ദേഹം മരിച്ച ഇദ്ദേഹത്തിന് അതിനായുള്ള നഷ്ടപരിഹാരവും കുടുംബത്തിന്, അദ്ദേഹം മരിച്ചത് കൊണ്ട് കുടുംബത്തിന് ഒരു വരുമാനവും ആ വരുമാനത്തെ കുടുംബത്തിനുള്ളവർക്ക് ജോലിയും വേണം. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നുണ്ട്. ആൽവിൻ, എപ്പോഴായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്? ഇത് മരണകാരണം വ്യക്തമാണോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നോ? പ്രത്യേകിച്ച് നാട്ടുകാർ പറയുന്നു കാട്ടാന ആക്രമണത്തിലെന്നാണ് ആരോപിക്കുന്നത്. വൈകുന്നേരമാണ് ഈ മുരുകനെ വഴിയരികിൽ, കാടിന് സമീപത്തുള്ള വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ കൂലിവേല ചെയ്യുന്ന ആളാണ്. പോയി വരുമ്പോൾ, അല്ലെങ്കിൽ വേലയ്ക്ക് പോയി മടങ്ങി വന്നപ്പോഴാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. ബന്ധുക്കളും നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും പറയുന്നത് ഇത് കാട്ടാന ആക്രമണമാണ് എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയോടുകൂടി അവിടെ കാട്ടാന ഈ പരിസരത്തുണ്ടായിരുന്നു. പക്ഷെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് അവിടെ ആദ്യം എത്തുകയും ഈ മുരുകനെ വേഗം ഫോറസ്റ്റ് വാഹനത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഫോറസ്റ്റിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇയാൾക്ക് ജീവനുണ്ടായിരുന്നു ആ സമയത്ത്. മുരുകന് ആ സമയത്ത് എത്രയും വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നാട്ടുകാർ അതിനെതിരെ വലിയ തോതിൽ രംഗത്തൊന്നും ഇപ്പോൾ വലിയ പ്രതിഷേധം അവിടെയുണ്ട്. ഇത് കാട്ടാന ആക്രമണത്തിൽ തന്നെയാണ് മരണം എന്നുള്ളതാണ് ഈ നാട്ടുകാരും കുടുംബവും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരും പറയുന്നത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച കണ്ടല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റാണത്, അദ്ദേഹമാണ്, ശിവരാജനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ ഇത് കാട്ടാന ആക്രമണമാണെന്ന് അവർ പറയുന്നത്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിൽ കാട്ടാന ആക്രമണം അല്ല. ഇപ്പൊ നിലവിൽ ഇന്ന് വൈകുന്നേര സമയത്ത് അവിടെ കാട്ടാന ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഫോറസ്റ്റ് അധികൃതർ നൽകുന്ന വിവരം. പോലീസും ഒപ്പമുള്ള സംവിധാനങ്ങളും ഇപ്പോൾ നിലവിൽ അവിടെ ഉണ്ട്. ഈ മൃതദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ ഈ മരണകാരണം വ്യക്തമാകൂ എന്നുള്ളതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പോകുന്നതിന് മുമ്പ് ചില ഉറപ്പുകൾ നൽകിയാൽ മാത്രമേ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നുള്ളതാണ് നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് മാറ്റുന്നതിന് മുമ്പ് ഈ മരിച്ച മുരുകന്റെ മകൾക്കും മകനും ജോലി നൽകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അവർ ഉന്നയിക്കുന്നത്. വേണ്ട സാമ്പത്തിക സഹായം നൽകണമെന്ന ഉറപ്പും നൽകിയാൽ മാത്രമേ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രതിഷേധത്തിൽ നിന്ന് മടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് നാട്ടുകാരും കുടുംബവും പറയുന്നത്. ഇപ്പോൾ വലിയ പ്രതിഷേധം ഈ ആശുപത്രി പരിസരത്തുണ്ട്. വലിയ തോതിലുള്ള പോലീസ് സന്നാഹവും അവിടെയുണ്ട്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഇത് മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സോന. ശരി, ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.